8051 ടൈമേഴ്സ് 8051 ടൈമർ പ്രോഗ്രാമിംഗിന്റെ 5ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തത് 3 രജിസ്റ്റേഴ്സിനെ പരിചയപ്പെടുകയായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ടൈമർ രജിസ്റ്റേഴ്സ്, TH എന്നറിയപ്പെടും. അതിലാണ് നമ്മൾ കൗണ്ട് കൊടുക്കുന്നത്. എന്താ കൗണ്ട്? എവിടെ മുതൽ എണ്ണണം എന്നുള്ള സംഖ്യ, ദാറ്റ് ഈസ് കൗണ്ട്. രണ്ടാമത്തെ രജിസ്റ്റർ ടി മോഡ് രജിസ്റ്റർ, അത് 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അതിന്റെ പകുതി 4 ബിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 ബിറ്റ് ലോവർ നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൈമർ 0യ്ക്കും അപ്പർ 4 ബിറ്റ്സ് എന്ന് പറയുന്നത് ടൈമർ 1ന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഈ ഓരോ പോർട്ടിലും G/T M1 M0 എന്ന് പറഞ്ഞ 4 ബിറ്റാണ് ഉള്ളത്. G മീൻസ് ഗേറ്റ് കൺട്രോൾ എന്നറിയപ്പെടും. അതായത് ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണോ ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ടാണോ. C/T എന്ന് പറഞ്ഞാൽ കൗണ്ടർ ആണോ ടൈമർ ആണോ. M1 M0 എന്ന് പറഞ്ഞാൽ മോഡാണ്. 00 എന്ന് പറഞ്ഞാൽ മോഡ് 0, ദെൻ 0 എന്ന് പറഞ്ഞാൽ മോഡ് 1, 10 മോഡ് 2, 11 മോഡ് 3. മോഡ് 0 എന്ന് പറഞ്ഞാൽ 13 ബിറ്റ് ടൈമർ, മോഡ് 1 എന്ന് പറയുമ്പോൾ 16 ബിറ്റ്, ദെൻ 8 ബിറ്റ്, ദെൻ സ്പ്ലിറ്റ്. ഇത് നമ്മൾ ആ പ്രീവിയസ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം, അപ്പോൾ നമുക്കത് ക്ലിയർ ആകും. അങ്ങനെയുള്ള ടി മോഡ്. ദെൻ ടി കോൺ രജിസ്റ്റർ നമ്മൾ പഠിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ 2 ബിറ്റുകൾ അതിനകത്തുണ്ട്, TRഉം TFഉം. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് TR, ടൈമർ റൺ കൺട്രോൾ ബിറ്റ്. ടൈമർ എണ്ണി തീർന്നു, നമ്മൾ പറഞ്ഞ കൗണ്ട് എണ്ണി തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ TF. ഇതിനു വേണ്ടിയിട്ടാണ് ടി-കോൺ. ഈ 3 രജിസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ മോഡേൺ പ്രോഗ്രാമിങ്ങിന് 7 സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട്. ഈ 7 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇതിനെ പ്രോഗ്രാം എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ ടി മോഡ് സെറ്റ് ചെയ്യും. ലോഡ് ടി മോഡ് വാല്യൂ രജിസ്റ്റർ ഇൻഡിക്കേറ്റിംഗ് വിച്ച് ടൈമർ ഈസ് യൂസ്ഡ്, ഏത് ടൈമറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് വിച്ച് ടൈമർ മോഡ് ഈസ് യൂസ്ഡ്, ഏത് മോഡാണ് ഉപയോഗിക്കുന്നത്. മോഡ് 0 ആണോ, മോഡ് 1 ആണോ, മോഡ് 2 ആണോ, മോഡ് 3 ആണോ, അത് ഇതിൽ കാണിക്കണം. രണ്ടാമത്തെ പോയിന്റ് ലോഡ് TL ആൻഡ് TH വിത്ത് ഇനിഷ്യൽ കൗണ്ട് വാല്യൂസ്. അപ്പോൾ ഇനിഷ്യൽ കൗണ്ട് വാല്യൂ ഈ രജിസ്റ്ററിൽ ലോഡ് ചെയ്യണം. ടൈമർ 0 ആണെങ്കിൽ TL0 TH0, ടൈമർ 1 ആണെങ്കിൽ TL1 TH1. ഇത് 16 ബിറ്റ് രജിസ്റ്റർ ആണ്. 8 ബിറ്റ് TLലും 8 ബിറ്റ് THലും. ഇനിഷ്യൽ കൗണ്ട് വാല്യൂ 0000 എന്നാണെങ്കിൽ അവിടെ മുതൽ FF വരെ എണ്ണും. അതായത് 65536 വരെ എണ്ണും. നമുക്ക് അത്രത്തോളം വലിയ ഡിലേ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിലേ TLലും THലും നമുക്ക് ആവശ്യമുള്ള കൗണ്ട് കൊടുക്കാം. അത് സെറ്റ് ചെയ്യണം. നമ്മൾ യൂസർ സെറ്റ് ചെയ്യേണ്ട 2 വാല്യൂയാണ് TLലും TH. ഇത് രജിസ്റ്റർ പോലെ തന്നെയാണ്. A B എന്നോ അല്ലെങ്കിൽ R0 R1 എന്ന് പറഞ്ഞ രജിസ്റ്റർ പോലെ നമുക്ക് ഇതിലേക്ക് വാല്യൂ സപ്ലൈ ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നുകൂടെ കണ്ടു നോക്കണം. സ്റ്റാർട്ട് ദ ടൈമർ. അപ്പോൾ മോഡ് സെറ്റ് ചെയ്ത് കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാം. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമർ റൺ കൺട്രോൾ ബിറ്റ് ഉണ്ട് TR. അത് സെറ്റ് B എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കീപ് മോണിറ്ററിംഗ് ദ ടൈമർ ഫ്ലാഗ്. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്താൽ മോണിറ്റർ ചെയ്യണം. ടൈമർ ഫ്ലാഗ് എന്താ? ടൈമർ ഫ്ലാഗ് വന്നോ? ടൈമർ ഫ്ലാഗ് വരുന്ന എപ്പോഴാ? എണ്ണിത്തീരുമ്പോൾ. എവിടെ എണ്ണിത്തീരുമ്പോൾ? മാക്സിമം വാല്യൂ ഏതാ? മോഡ് 1 ആയതുകൊണ്ട് 16 ബിറ്റ് ആണ്, FF വരെ. അത് കഴിഞ്ഞ് അടുത്ത പൾസിൽ 0000 FF ഇൻക്രിമെന്റ് ചെയ്താൽ 0000 ആണ്. അത് എത്തിക്കഴിയുമ്പോൾ ഫ്ലാഗ് എത്തും. ഫ്ലാഗ് എത്തിയൊന്ന് മോണിറ്റർ ചെയ്യണം. കീപ് മോണിറ്ററിംഗ് ദ ടൈമർ ഫ്ലാഗ് TF വിത്ത് ദ ഇൻസ്ട്രക്ഷൻ JNB TFO ടാർഗറ്റ്. ഇതാണ് ഇൻസ്ട്രക്ഷൻ. ജംപ് ഓൺ നോ ബിറ്റ് TFO. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ JNB ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജംപ് ഓൺ നോ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംപ് ഓൺ 0. ഏത് ബിറ്റ് 0 ആണെങ്കിൽ TFO എന്ന് പറഞ്ഞ ബിറ്റ് 0 ആണെങ്കിൽ ടാർഗറ്റിലേക്ക് പോവുക. ജംപ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ മനസ്സിലാക്കും. ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലാഗിനെ ചെക്ക് ചെയ്യും. TF വന്നോ. വന്നില്ല എങ്കിൽ വെയിറ്റ് ചെയ്യും. വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഗെറ്റ് ഔട്ട് ഓഫ് ദ ലൂപ്പ് വെൻ TF ബിക്കംസ് ഹൈ. അപ്പോൾ TF ഹൈ ആകുമ്പോൾ ലൂപ്പിന് പുറത്തേക്ക് വരും. അപ്പോൾ ടി മോഡ് സെറ്റ് ചെയ്ത് കൗണ്ട് കൊടുത്ത് ടൈമർ സ്റ്റാർട്ട് ചെയ്ത് ടൈമർ ഫ്ലാഗിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ദ ടൈമർ. ടൈമർ ഫ്ലാഗ് വന്നാൽ എണ്ണി തീർന്നു എന്നാണ് അർത്ഥം. സ്റ്റോപ്പ് ദ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്തു. ടൈമർ ഫ്ലാഗ് വന്നല്ലോ, ആ ഫ്ലാഗിനെ ക്ലിയർ ദ ടൈമർ ഫ്ലാഗ് TF ഫ്ലാഗ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. അടുത്ത റൗണ്ടിന് വേണ്ടി ക്ലിയർ ചെയ്തിട്ട് ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 2 ടു ലോഡ് TL ആൻഡ് TH അഗൈൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് 2ലേക്ക് പോകും. അപ്പോൾ ഇതാണ് 7 സ്റ്റെപ്പ്. എന്താണ് ഒന്നുകൂടെ നോക്ക്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ടി മോഡ് നമ്മൾ ലോഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കൗണ്ട് TL TH കൊടുക്കുന്നു. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈമർ എണ്ണി തുടങ്ങുന്ന വേഗത ക്രിസ്റ്റൽ തീരുമാനിക്കും. എണ്ണി തീരുമ്പോൾ ടൈമർ ഫ്ലാഗ് വരും. ആ ഫ്ലാഗ് വന്നോന്ന് ഈ JNB TFO വെച്ച് നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ എണ്ണി തീർന്നു എന്നർത്ഥം. എണ്ണി തീർന്നു കഴിഞ്ഞാൽ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യണം. ടൈമറിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് ക്ലിയർ ചെയ്യണം. ഫ്ലാഗ് ക്ലിയർ ചെയ്താൽ ഇനി നെക്സ്റ്റ് റൗണ്ട് പോകണമെങ്കിൽ തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 2 തിരിച്ചു പോകാം. ഇതാണ് മോഡ് 1 പ്രോഗ്രാമിംഗ്. ഇത് നമുക്ക് പ്രോഗ്രാമിംഗിലേക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് അസംബ്ലി ലാംഗ്വേജിലേക്ക് എഴുതി പഠിക്കുമ്പോഴത്തേക്ക് ഈ 7 സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കാം.